ഹലോ. ഹലോ മാഡം, ഞാൻ ഈശ്വരമംഗലം ഗ്രൂപ്പിലെ സജീവനാണ്. ആ, മനസ്സിലായി. ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ സജീവ? മാഡം, ഇവിടെ ഓഫീസിൽ സംഭവം നടക്കുകയാണ്. എന്ത് സംഭവം? ഗൗതം സാർ ജയിലിലായതുകൊണ്ട് ആ ഹൈടെക് സിറ്റി പ്രോജക്റ്റിന്റെ ടെൻഡർ CKC എന്റർപ്രൈസസിന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നല്ലോ. പക്ഷേ അതിനി നടക്കും തോന്നില്ല. ഗൗതം സാറിന്റെ പകരം ടെൻഡർ സബ്മിറ്റ് ചെയ്യാനായി കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ നിധിമയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. നിധിയോ? അവൾ ഓഫീസിൽ വന്നോ? അതെ മാഡം, വന്നപാടെ ഫയലുകളും ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാഫുകളെ ഓരോരുത്തരായി വിളിച്ച് A to Z കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സംഗതി കൈവിട്ടു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ഈ നിധി എങ്ങനെ? സൂക്ഷിക്കണം മാഡം. ഗൗതം സാർ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിധി മേഡത്തെ ഏൽപ്പിച്ചിരിക്കുക. കെയർഫുള്ളായി കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ ഹൈടെക് സിറ്റി പ്രോജക്റ്റ് നമ്മുടെ കൈവിട്ടു പോകും. ഒരിക്കലും അത് സംഭവിക്കരുത്. താനെന്തായാലും അവിടെ ഉണ്ടല്ലോ. നിധിയുടെ ഓരോ മൂവ്മെന്റും കൃത്യമായിട്ട് വാച്ച് ചെയ്തോണം. എന്നിട്ട് അപ്പപ്പോ കാര്യങ്ങൾ എന്നെ അറിയിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. കിട്ടുന്നിടത്തോളം ഇൻഫർമേഷൻ ഞാൻ മാഡത്തിന് ഷെയർ ചെയ്യാം. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം കോൺഫിഡൻഷ്യൽ ആകുമോയെന്ന് സംശയമുണ്ട് എനിക്ക്. നോക്കാം. എന്താ ഇങ്ങനെ നോക്കിയേക്കുന്നു? ആദ്യമായിട്ടാണോ കാണുന്നത്? CKC ഇത് എങ്ങോട്ട് പോവാ? സാധാരണഗതിയിൽ എന്നും ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഓഫീസിലേക്ക്. അവിടേക്ക് തന്നെയാ ഇന്നും പോകുന്നത്. എന്ത് സാധിക്കാൻ? ചോദിച്ചത് കേട്ടില്ലേ? എന്ത് സാധിക്കാനോ ഓഫീസിലേക്ക് പോകുന്നേന്ന്. നിനക്കിത് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ നിധി ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് പോയിരിക്കുന്നു. വെറുതെ ഓഫീസിനകമൊക്കെ ചുറ്റിക്കണ്ട് വെറുതെ വരാനല്ല അവൾ അവിടെ പോയിരിക്കുന്നത്. ഹൈടെക് സിറ്റി പ്രോജക്റ്റിന്റെ ടെൻഡർ സമർപ്പിക്കാൻ പോകുന്നത് അവളാണെന്ന്. നിധി ടെൻഡർ സമർപ്പിക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇത്രയും വയലൻ്റായത്? കഷ്ടം. ഇത്രയും ബുദ്ധിയില്ലാത്തവളായി പോയല്ലോ നീ. ആന മുക്കുന്ന കണ്ട് ആട് മുക്കിയിട്ട് ഒരു കാര്യമില്ല. നിധിയെ കൊണ്ട് ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പഴയതുപോലെ ഈ കമ്പനിയുടെ ഡ്രൈവർ ആകാനുള്ള യോഗ്യത മാത്രമേ ഉള്ളത്. വീണ്ടും വീണ്ടും വാക്കുകളോട് തെളിയിക്കല്ലേ CKC? ആളുകളുടെ കഴിവ് മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടാ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത്. നിധിയെ ഞാൻ പഠിച്ചിടത്തോളം നിങ്ങൾ പഠിച്ചിട്ടില്ല. കാടിളക്കി വന്ന വസുന്ധരയുടെ കൊമ്പും തുമ്പിക്കൈയും മുറിച്ച് കൂട്ടിലടച്ചവളാ നിധി. രണ്ടും കൽപ്പിച്ച് നിധി ഒരു പോരാട്ടത്തിനിറങ്ങിയാൽ അവളുടെ തേരോട്ടം തടയാൻ നിങ്ങൾക്കാവില്ല CKC. 100 ഗൗതമിന് സമമായിരിക്കും ഒരു നിധി. ഈ ടെൻഡർ ജയിക്കാൻ വേണ്ടിയാ ഡൽഹിയിൽ പോയ പ്രണവിനെ പിടിച്ച് പൂട്ടിയിട്ടത്, ഗൗതമിനെ ജയിലിലടച്ചത്. എന്നിട്ടിപ്പോ എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് അവൾ അംഗത്തിനിറങ്ങിയിരിക്കുന്നു. ഗൗതം ജയിച്ചാ ഞാൻ ചിലപ്പോ സഹിച്ചെന്നിരിക്കും. പക്ഷെ നിധി ജയിച്ചാ അവള് കളത്തിലിറങ്ങിയതിന്റെ പേരിൽ നമ്മള് തോൽക്കേണ്ടി വന്നാ അതിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. വിട്ടുകൊടുക്കരുത്. നിധിയെ ജയിക്കാൻ വിടരുത്. അത് പാടില്ല. എന്ത് ചെയ്യാൻ പറ്റൂ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു വഴി ആലോചിക്ക് CKC, ആലോചിക്ക്. യെസ്, അതാണ് വഴി. അത് മാത്രമേ ഉള്ളൂ ഒരു വഴി. ഇനി വേറെ വഴിയില്ല നമുക്ക്. അതങ്ങ് ചെയ്താലോ? എന്ത്? ആ പ്രണവിനെ നമുക്കങ്ങ് കൊല്ലാം. കൊന്ന് കുഴിച്ചു മൂടുകയൊന്നും വേണ്ട. ഡെഡ് ബോഡി കിട്ടണം. എന്നിട്ട് ആ കൊലക്കുറ്റം കൂടി ആ ഗൗതമിന്റെ തലയിൽ വച്ച് കെട്ടിക്കൊടുക്കണം. ഒരു തൂക്കുകയറ് കിട്ടാനുള്ള ശിക്ഷ. അത്തരത്തിൽ വേണം കൊലപാതകം ചെയ്യാൻ. ഒരു ബ്രൂട്ടൽ മർഡർ. സ്വത്തിന് വേണ്ടി സഹോദരനെ കൊലപ്പെടുത്തിയ അതിക്രൂരമായി കൊന്നൊടുക്കിയ സഹോദരൻ, അതും ദത്തുപുത്രൻ.